കോൺഗ്രസിൽ കൂട്ടക്കുഴപ്പമാണ്. വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസിൽ വിവിധ ഗ്രൂപ്പുകൾ തന്നെ രൂപം കൊണ്ടിട്ടുണ്ട്. 2 ഗ്രൂപ്പ്, 3 ഗ്രൂപ്പ് എന്ന് പറയാം. തീവ്ര നിലപാടെടുക്കുന്നവരുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുണ്ട്. എന്നാൽ അങ്ങനെ വേണ്ട, ഒരു മിത നിലപാടെടുക്കുന്നവർ എന്ന് വെച്ചാൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കേണ്ട, എന്നാൽ സംരക്ഷിക്കുകയും വേണ്ട എന്ന് നിലപാടെടുക്കുന്നവർ ഉണ്ട്. അതോടൊപ്പം പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണക്കുന്നവരുമുണ്ട്. ആദ്യമെടുത്ത നിലപാടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത ആളാണ്. അപ്പോഴും രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഒരു അഴകുഴഞ്ഞ സമീപനമെടുത്തവരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ്, UDF കൺവീനർ അടൂർ പ്രകാശാണ്, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കാതെ അയഞ്ഞ നിലപാട് സ്വീകരിച്ചവരാണ്. അപ്പോഴും അന്നും ഇന്നും ഒരേ ഒരു നിലപാടെടുത്ത നേതാവുണ്ട് കോൺഗ്രസിൽ. അത് മറ്റാരുമല്ല, രമേശ് ചെന്നിത്തലയാണ്. വി ഡി സതീശൻ ആദ്യം ശക്തമായ നിലപാടെടുത്തിരുന്നു, യാതൊരു തർക്കവുമില്ല. പിന്നീട് അവസാന ഘട്ടത്തിൽ അദ്ദേഹവും മെല്ലെ കളം മാറ്റി ചവിട്ടിയിരുന്നു. ശക്തമായ നിലപാടിൽ നിന്ന് ഒരു മാറ്റം അദ്ദേഹം വരുത്തി. എന്തുകൊണ്ടാണ് അത്തരമൊരു മാറ്റത്തിലേക്ക് അദ്ദേഹം പോയത്? പ്രതിപക്ഷ നേതാവാണ്, ആ കസേര അദ്ദേഹത്തിന് ഉറപ്പിക്കേണ്ടതുണ്ട്. കോൺഗ്രസിലെ പ്രബല വിഭാഗം അത് KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരാണ്. അവരെല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമാണ്. അതോടൊപ്പം കോൺഗ്രസിന്റെ സൈബർ വിങ്, അവരുടെ സോഷ്യൽ മീഡിയ വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലിനൊപ്പമാണ്. അവർ നിയമിച്ചവരാണ് അവിടെയുള്ളത്. അവർ ഔദ്യോഗിക സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിനെതിരെ രംഗത്ത് വന്നതും നാം കണ്ടതാണ്. ഇതിലേറെ പറയുന്നു, വീക്ഷണ മുഖപത്രം, KPCCയുടെ കോൺഗ്രസിന്റെ മുഖപത്രം രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് മുഖപ്രസംഗം തന്നെ എഴുതി. ഇത്തരം വലിയ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുമ്പോൾ വി ഡി സതീശൻ ഒന്ന് പതറിയിരുന്നു. ഒരു സംശയം വേണ്ട, ഒന്ന് പതറിയിരുന്നു. അപ്പോഴും കോൺഗ്രസിൽ ഒരു നിലപാടെടുത്ത ഒരേ ഒരു നേതാവ് രമേശ് ചെന്നിത്തലയാണ്. അന്നും ഇന്നും അദ്ദേഹം എടുത്ത നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ശരിയല്ല, പാർട്ടി നടപടിയെടുക്കണം എന്നാണ്. ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സജീവമായി രംഗത്ത് വന്നു. ആ സമയത്തും രമേശ് ചെന്നിത്തല പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രചാരണ രംഗത്ത് ഇറക്കുന്നത് ശരിയല്ല, KPCCയോ DCCയോ നിർദ്ദേശിച്ചിട്ടായിരിക്കണമെന്നില്ല. അത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത് സ്ഥലം MLA എന്ന നിലയിൽ പ്രാദേശിക നേതാക്കളായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലെ കൂടെ കൂട്ടുന്നത്. അതുകൊണ്ട് പ്രാദേശിക നേതാക്കൾ അത് സംബന്ധിച്ച് ഒരു വീണ്ടും വിചാരം നടത്തണം. UDFന്റെ ക്യാമ്പയിനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നത് അത് കോൺഗ്രസിന് UDFന് ഗുണം ചെയ്യില്ല എന്ന് പരസ്യമായി പറഞ്ഞിരുന്നു രമേശ് ചെന്നിത്തല. അതും നാം കണ്ടതാണ്. ഇപ്പോഴും അദ്ദേഹം അതേ നിലപാട് തന്നെയാണ്. ഇതൊക്കെ പറയാൻ കാരണം ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, യൂത്ത് കോൺഗ്രസ് നേതാക്കളോട്, കോൺഗ്രസിലെ യുവജന വിഭാഗത്തോട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്. ജനങ്ങളോട് ഇടപഴകുമ്പോൾ ജാഗ്രത പാലിക്കണം. പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും പലരും നേതാക്കളെ സമീപിക്കും, ജനപ്രതിനിധികളെ സമീപിക്കും. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുക എന്നതായിരിക്കണം, അതിൽ നീതിപൂർവമായി ഇടപെടുക എന്നതായിരിക്കണം യുവജന നേതാക്കൾ ചെയ്യേണ്ടത്. അത് വലിയ ദോഷം ചെയ്യും വ്യക്തിക്കും അതോടൊപ്പം കോൺഗ്രസിനും. രാഹുൽ മാങ്കൂട്ടത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റവും കൂടി സഹായിച്ച സൈബർ വിഭാഗമുണ്ട് കോൺഗ്രസിന്റെ. ആ സൈബർ വിഭാഗത്തെയും രമേശ് ചെന്നിത്തല വിമർശിക്കുന്നു. അദ്ദേഹം പറയുന്നു സോഷ്യൽ മീഡിയയിൽ മാത്രം നിന്നാൽ ആരും നേതാവില്ല. സോഷ്യൽ മീഡിയയുടെ പിന്തുണയുണ്ട് എന്ന് കരുതി ആരും നേതാവാകാൻ ശ്രമിക്കുകയും അരുത്. അതല്ല രാഷ്ട്രീയ പ്രവർത്തനം. ജനങ്ങൾക്ക് ഇടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുക എന്നതാകണം രാഷ്ട്രീയ പ്രവർത്തനം എന്നുകൂടി പറഞ്ഞു വെക്കുന്നു രമേശ് ചെന്നിത്തല. എന്ന് വെച്ചാൽ ആദ്യം മുതൽ അവസാനം വരെ ഒരേ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുക. അതിൽ വളരെ രൂക്ഷമായ വിമർശനവുമില്ല. അതോടൊപ്പം തന്നെ തെറ്റ് ചെയ്തവരോട് ഒരു മാപ്പുമില്ല, ഒരു തരത്തിലുള്ള അനുനയവുമില്ല. കൃത്യമായ നിലപാട് ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞു പോവുക. ഇതാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ശരിയായ രീതി. ആവേശം കാണിക്കുക, അതിനുശേഷം നേരെ തിരിച്ചിറങ്ങുക എന്നതല്ല. ഒരേ നിലപാട് സ്വീകരിച്ച് പ്രശ്നങ്ങളെ കൃത്യമായി വിശകലനം ചെയ്ത് അവതരിപ്പിക്കുക എന്നതാണ്. അതാണ് രമേശ് ചെന്നിത്തലയുടെ നാം കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് വരും മണിക്കൂറുകളിൽ തന്നെ നടക്കും എന്നാണ് അറിയുന്നത്.
ADGP നിർദ്ദേശം നൽകിയിരിക്കുന്നു അറസ്റ്റ് ചെയ്യാൻ. ഇതുവരെ ലഭിച്ച തെളിവുകൾ മാത്രം മതി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതുവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല എന്ന നിലപാടിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. ഊർജിതമായ ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വ്യാപകമായ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം എന്ന നിലപാടിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ നടക്കുമ്പോഴും കോൺഗ്രസിൽ വിവിധ ഗ്രൂപ്പുകൾ വിവിധ തലത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചും അനുകൂലിച്ചും നിലപാടെടുക്കുമ്പോൾ ചിലപ്പോൾ ചിലർ അഴകുഴമ്പൻ നിലപാടിലേക്ക് വരുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഉറച്ചു നിന്ന് നിലപാടെടുത്ത നേതാവ് ഒരു സംശയമില്ലാതെ പറയാം അത് രമേശ് ചെന്നിത്തല തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ജനങ്ങളിൽ നിന്നുള്ള പിന്തുണ ഓരോ ദിവസവും കഴിയുന്തോറും കൂടിക്കൂടി വരുന്നത്.